കോൺഗ്രസിന് മാത്രമേ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സാധിക്കൂ എന്നാണ്. അത് ഓർക്കേണ്ട ഒരു ഘട്ടമാണിപ്പോൾ. ഇന്നിപ്പോൾ ഇതിന് സ്ഥാനാർത്ഥികളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന 3 പേരും ഒരേ സമുദായക്കാരാണ് എന്നുള്ളത് എനിക്ക് വലിയ ആശ്വാസം തോന്നുകയാണ്. ശ്രീ എം.എൻ. കാരശ്ശേരി, മാഷക്ക് ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും എന്താ തോന്നുന്നത്? ടീം UDF എന്ന് പറയുന്ന ആളുകൾ കൊട്ടേഷൻ സംഘമായി അധപ്പതിക്കുന്നതാണ് നാം കാണുന്നത്, സതീശൻ്റെ കാര്യത്തിലടക്കം. ടീം UDF എന്ന് ഹമീദ് മാഷ് പറയുകയാണ്. പക്ഷേ അവരുടെ അർഹത എന്തൊക്കെ എന്നതിൽ അവർക്ക് കൃത്യതയുണ്ട്. കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയുന്നത് കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന ഭീഷണി സ്വരം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ടല്ലേ? അപ്പോൾ ഇവരുടെയൊക്കെ ഈ ടീം പ്രയോഗത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള സത്ത എന്താണ്? വേണു, ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് വളരെ കാലമായി ഇന്ത്യയിലെ പല ഭാഗത്തും പ്രചാരത്തിലുള്ള ഒരു വാക്യമാണ്. അത് ജവഹർലാൽ നെഹ്റു പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കോൺഗ്രസിന് മാത്രമേ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ സാധിക്കൂ എന്നാണ്. അത് ഓർക്കേണ്ട ഒരു ഘട്ടമാണിപ്പോൾ. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ, ഞങ്ങളെ നാട്ടിൽ ചോദിക്കും, വേവോളം കാത്തിട്ട് ഇനി ആറോളം കാത്തൂടെ, ഭക്ഷണം വേവുന്നവരെ കാത്തു, അതൊന്ന് ആറി തണുത്തിട്ട് കഴിക്കാം എന്ന് വിചാരിക്കാനുള്ള ക്ഷമയില്ല. ഇപ്പോൾ ജനാധിപത്യത്തെ പരിഹസിക്കുന്ന മട്ടിൽ, ജനങ്ങളെ നിന്ദിക്കുന്ന മട്ടിലാണ് കോൺഗ്രസിനകത്തെ ഈ പരിപാടികളൊക്കെ. അതായത് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് പറയാവുന്ന കാര്യം നേരത്തെ പറഞ്ഞ് അതിൻ്റെ കളമൊരുക്കുക എന്ന് പറയല്ലോ, അതാണിപ്പോൾ നടക്കുന്നത്. അതിൽ ഈ നേതാക്കന്മാർ അതിൽ നിഷ്കളങ്കരാണ് എന്നോ അവർ നിസ്സഹായരാണ് എന്നോ അവർ നിസ്വാർത്ഥരാണ് എന്നോ ഒന്നും വിചാരിക്കാൻ ന്യായമില്ല. ഇത് അവരുടെ അറിവോടും അനുവാദത്തോടും കൂടിയാണ് ഈ കളിയൊക്കെ നടക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ സത്യം പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിനെ ദുർബലമാക്കിയത് അനവധി പതിറ്റാണ്ടുകൾ നീണ്ട കെ കരുണാകരൻ AK ആന്റണി ഗ്രൂപ്പ് വഴക്കാണ്. അത് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു പ്രധാനമായിട്ടും നടന്നത്. അപ്പോൾ കോൺഗ്രസിനകത്ത് ഒരു പാർട്ടി പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ജനസേവനമല്ല, അത് അവനവൻ്റെ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്താനും മറ്റേ ഗ്രൂപ്പിനെ ദുർബലപ്പെടുത്താനുമുള്ള പണിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ എതിരാളിയുള്ളത് മറ്റു പാർട്ടികളിലല്ല, സ്വന്തം പാർട്ടിയിലാണ് എന്ന് ഏറ്റവും അധികം കാണിച്ച ഒരു പാർട്ടിയാണ് കേരളത്തിലെ കോൺഗ്രസ്. കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ തൊട്ടപ്പുറത്ത് കർണാടകയിൽ ഇപ്പോൾ 2023 നമ്മൾ കണ്ടല്ലോ, അവിടെ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിലുള്ള തർക്കം, അത് പിന്നെ സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയും ശിവകുമാർ ഉപമുഖ്യമന്ത്രിയായിട്ട് തീർത്തു. അങ്ങനെയൊക്കെ തീർക്കാം, അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇത് പുറത്ത് വരരുത്, അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. ഇപ്പം നവമാധ്യമങ്ങളുള്ളത് കൊണ്ട്, വാട്സപ്പോ ഫേസ്ബുക്കോ ഇൻസ്റ്റഗ്രാമോ യൂട്യൂബോ ഒക്കെ ഉള്ളത് കൊണ്ട് ആരെവിടെ തുമ്മിയാലും തുപ്പിയാലും അത് മുഴുവൻ ജനശ്രദ്ധയിൽ വരും. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യും. പിന്നെ എനിക്കിപ്പോൾ ഉള്ള ഒരു ആശ്വാസം ഞാൻ വേണു പരസ്യമായിട്ട് പറയാണ് കേട്ടോ, ഇങ്ങനെ പറയുന്നത് ക്ഷമിക്കണം. ഇന്നിപ്പോൾ ഇതിന് സ്ഥാനാർത്ഥികളാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന 3 പേരും ഒരേ സമുദായക്കാരാണ് എന്നുള്ളത് എനിക്ക് വലിയ ആശ്വാസം തോന്നുകയാണ്. ഈ 3 പേര് 3 സമുദായക്കാരായിരുന്നെങ്കിൽ സമുദായം തിരിഞ്ഞുള്ള ഒരു വിഭാഗീകരണം, ഒരു ചേരിതിരിവ്, ഒരു ധ്രുവീകരണം, ഒരു പോളറൈസേഷൻ, ആ വകയിലുള്ള വർത്തമാനം കൂടി നമ്മൾ കേൾക്കേണ്ടി വരുമായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു പ്രശ്നം, ഇലക്ഷൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ 4-ാം തീയതി റിസൾട്ട് വരും, 5-ാം തീയതി 6-ാം തീയതി ഒരു ഗവൺമെൻറ് ഉണ്ടാവും. പക്ഷേ സാമുദായികമായ വർഗീയമായ ചേരിതിരിവുകൾ, അതുണ്ടാക്കുന്ന മുറിവുകളൊക്കെ അവിടെ ബാക്കിയാവും. അപ്പോൾ അത് സാഹചര്യവശാൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നാണ് എൻ്റെ ആശ്വാസം. പിന്നെ ഇതിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ജനസേവനം എന്നുള്ളതോ പാർട്ടിയെ സേവിക്കുക എന്നുള്ളതോ ഒക്കെ പോയിട്ട് അവനവൻ്റെ കസേര ഉറപ്പിക്കുക എന്ന തരത്തിലേക്ക് ഇങ്ങനെ, ക്ഷമിക്കണം അങ്ങനെ പറയുന്നത്, യാതൊരു ലജ്ജയുമില്ലാതെ മുതിർന്ന നേതാക്കന്മാർ വരുന്നു എന്നുള്ളത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ അപജയം കൃത്യമായി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ പറയാനും എഴുതാനും കൊള്ളില്ല. കാരണം ഇതിനൊക്കെ രേഖയുണ്ടല്ലോ. ഇപ്പോൾ ഇവർ പുതുതായിട്ടുണ്ടാക്കുന്ന വീഡിയോ ആണെങ്കിലും ഫേസ്ബുക്ക് പോസ്റ്റുകളാണെങ്കിലും ഡോക്യുമെൻ്ററികളാണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും ഒക്കെ, അതൊക്കെ ഓരോരുത്തർ വാല് വെക്കുമ്പോൾ എന്തിനാന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. മനസ്സിലാവുന്നുണ്ട് എന്ന് അവർക്കും മനസ്സിലാവുന്നുണ്ട്, അവരൊന്നും ബുദ്ധിയില്ലാത്ത ആളുകളല്ല. അപ്പോൾ ഇതൊന്നും മനസ്സിലായാലും പ്രശ്നമില്ല എന്നുള്ള, അതായത് ആ അളവിൽ ഇതിൽ ലജ്ജിക്കാനൊന്നുമില്ല. അവിടെ തന്നെ എൻ്റെ പ്രശ്നം. ഈ തരത്തിൽ
ലജ്ജിക്കാനൊന്നുമില്ല എന്ന് വന്നതാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ മനസാക്ഷിയില്ലായ്മയുടെ ഒരു സൂചനയായിട്ട് കാണേണ്ടത്. ഇപ്പോൾ അവസരങ്ങൾ മാറുക എന്നുള്ള ആളുകൾ മാറുക എന്നുള്ളതൊക്കെ പണ്ടുണ്ട്. 1957 ആളുകൾ പ്രതീക്ഷിച്ചത്, എല്ലാവരും അല്ല, നല്ല ശതമാനം ആൾ പ്രതീക്ഷിച്ചത് TV തോമസ് കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയാവുന്നതാണ്. മുഖ്യമന്ത്രിയായി വന്നത് EMS നമ്പൂതിരിപ്പാടാണ്. 30 കൊല്ലം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പത്നി KR ഗൗരിയമ്മ മുഖ്യമന്ത്രിയാവും എന്ന് 1987 എല്ലാവരും പ്രതീക്ഷിച്ചു. അങ്ങനെ മുദ്രാവാക്യം വിളിക്കുകയുണ്ടായി. പക്ഷേ മുഖ്യമന്ത്രിയായി വന്നത് EK നായനാരാണ്. അങ്ങനെ പലപ്പോഴും മാറാറുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പലരും ഒരു കാലത്ത് ആദ്യം 47 കാര്യമാണ് ഞാൻ പറയുന്നത്. അന്ന് ചിലരെങ്കിലും വിചാരിച്ചത് വല്ലഭായ് പട്ടേലാണ് പ്രധാനമന്ത്രിയാവുക എന്നാണ്, ജവഹർലാൽ നെഹ്റു അല്ല എന്ന്. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി, വല്ലഭായ് പട്ടേൽ ആഭ്യന്തര വകുപ്പിൻ്റെ കൂടി ചുമതലയുള്ള ഉപപ്രധാനമന്ത്രിയായി. അങ്ങനെയൊക്കെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒതുക്കാറുള്ളത്. അപ്പോൾ ഇതിപ്പോൾ നവമാധ്യമങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇതിങ്ങനെ മൂടിപ്പിടിച്ച് പറയാൻ വയ്യ. എപ്പോൾ എവിടെ പറഞ്ഞാലും അത് പുറത്തു വരും. പിന്നെ പുറത്തു വരുന്നതാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് നല്ലത്. ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷൻ ഉണ്ടായിരുന്ന ഒരു കാര്യം വളരെ പ്രകടമായി നമുക്കറിഞ്ഞൂടാ. പുറത്ത് കാണുന്നവരിൽ വലിയ ഗ്രൂപ്പുകളൊന്നും ഉണ്ടായിരുന്നില്ല. അത്തരം ഗ്രൂപ്പുകളൊക്കെ പലപ്പോഴും മാരാരിക്കുളത്ത് VS-നെ തോൽപ്പിച്ചത് CPM തന്നെയാണല്ലോ. അത് പുറത്തറിഞ്ഞത് റിസൾട്ട് വന്നേ പിന്നെയാണ്. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനസേവനം എന്നത് പോയിട്ട് അത് മുഴുവൻ അധികാര കസേരയുടെ ഒരു കസേര കളിയാണ്, ഒരു മ്യൂസിക്കൽ ചെയറാണ് എന്ന് വന്നിരിക്കുകയാണ്. അത് ഭരണവിരുദ്ധ വികാരം ഉത്തേജിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച VD സതീശനെയൊക്കെ ഈ അളവിൽ ചെറുതാക്കി കാണിക്കുക എന്ന് പറയുന്ന ഒന്നും ന്യായമല്ല. ഈ 4-ാം തീയതി കഴിഞ്ഞ് പറയാമല്ലോ ഇതൊക്കെ. ശരി, KC വേണുഗോപാൽ ഈ തരത്തിൽ ഒരു സ്ഥാനാർത്ഥിയാവും എന്ന് സത്യം പറഞ്ഞ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം MP ആണ്. ആ MP ആയിരിക്കെ അപ്പം മാത്യു കോൾനാടൻ പറയാണ് മുഖ്യമന്ത്രിയാവാൻ MLA ആവണമെന്നില്ല, 6 മാസത്തിനുള്ളിൽ MLA ആയാൽ മതി. അപ്പോൾ അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തം. ഈ തരത്തിൽ മുതിർന്ന നേതാക്കന്മാർ ഇത്തരം സംസാരം നടത്തുന്നതൊക്കെയുള്ളത് നമ്മുടെ ജനാധിപത്യത്തെ വളരെ ദുർബലപ്പെടുത്തും. ജനങ്ങളുടെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ 4-ാം തീയതി UDF ജയിച്ചാൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, UDF എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ മാത്രം ഒരു ബ്ലോക്കല്ല, അതിൽ മുസ്ലിം ലീഗ് അടക്കമുള്ള അനവധി പാർട്ടികളുണ്ട്. അപ്പോൾ ആ തരത്തിലൊരു ഉത്തരവാദിത്തക്കുറവ്, ഒരു നിരുത്തരവാദപരമായ ജനങ്ങളോട് ബഹുമാനമില്ലാത്ത ഒരു പെരുമാറ്റമാണിത്. അവരുടെ വിജയം ഉണ്ടെങ്കിൽ അതിൻ്റെ ശോഭ കെടുക്കുന്ന ഒന്നാണ്. ജനങ്ങളുടെ ഇടയിൽ അവമതിപ്പുണ്ടാക്കാനേ ഇത് മുന്നണിക്കും പാർട്ടിക്കും ഇത് സാധിക്കുള്ളൂ. കാരശ്ശേരി മാഷ്, ഇവിടെ ശ്രീ N ശ്രീകുമാർ പറയുകയായിരുന്നു സോഷ്യൽ മീഡിയയുടെ കാലമല്ലേ, പണ്ട് മുദ്രാവാക്യം വിളി. അദ്ദേഹം അന്ന് പറഞ്ഞ കാലം ഓർമ്മയുണ്ടല്ലോ. ഈ പറയുന്ന ലീഡർ ആന്റണി, ഉമ്മൻചാണ്ടി, സുധീരൻ, വയലാർ രവിയുടെ പേരുകളാണ് പറഞ്ഞത്. ഒറ്റ വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള മുദ്രാവാക്യം വിളികളും ചുവരെഴുത്തുകളും ഓർമ്മയുള്ളതാകണം. ശ്രീ N ശ്രീകുമാറിനടക്കം MA ജോൺ നമ്മെ നയിക്കും, അതുമുണ്ട്, മറന്നു പോകാതിരിക്കേണ്ടതാണല്ലോ. പിന്നെ ലീഡർ എപ്പോഴും സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു ആവർത്തിച്ചുള്ള വാക്കുണ്ടല്ലോ കാരശ്ശേരി മാഷെ, പ്രവർത്തകർ എന്ന് പോലുമല്ല ലീഡർ ഉപയോഗിക്കുക, പ്രവർത്തകന്മാർ. ഒരു വാചകം പറഞ്ഞ അടുത്ത വാചകത്തിൽ ഈ പ്രവർത്തകന്മാരുണ്ടാവും, പിന്നെയുള്ളൂ 3-ാമത്തെ വാചകത്തിലേക്ക് ലീഡർ കടക്കുക. അപ്പോൾ ഈ പാഠശാലയിൽ നിന്ന് പഠിച്ചിറങ്ങിയവരാണ് ഇവരെല്ലാം. എന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഒരു ആനന്ദം കണ്ടുകൊണ്ടിരിക്കുക. തലമുറ മാറ്റം വന്നിരിക്കുന്നു, രീതികൾ മാറിയിരിക്കുന്നു, സോഷ്യൽ മീഡിയ വന്നിരിക്കുന്നത് കൊണ്ടുള്ളൊരു കമ്പക്കെട്ടാണിത്. അങ്ങനെ രാഷ്ട്രീയത്തെ ഇതിൽ നിന്ന് നേതാക്കന്മാരുടെ സൗകര്യത്തിന് വേണ്ടി ഊറ്റിക്കളയുക, അതല്ലേ ശ്രീ N ശ്രീകുമാറിൻ്റെ വാദഗതികളായി വന്നത്? അത് അങ്ങ് എങ്ങനെയാണ് കേൾക്കുന്നത്? എൻ്റെ ഒരു വലിയ പ്രശ്നം, ഇതിൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം, കോൺഗ്രസ് ആണ് ഇന്ത്യക്കാരെ സാമ്രാജ്യത്തിനെതിരായിട്ടും രാജാധിപത്യത്തിനെതിരായിട്ടും പൊരുതാനും ജനാധിപത്യത്തിലേക്ക് നടത്താനും ഒക്കെ പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും. അതിലിപ്പോൾ നമുക്ക് ഗാന്ധി, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, അബുൽ കലാം ആസാദ് തുടങ്ങിയുള്ള പേരുകൾ ഓർമ്മിക്കാം. കേരളത്തിലാണെങ്കിൽ കേശവ മേനോൻ, കേളപ്പൻ, അബ്ദുറഹിമാൻ തുടങ്ങിയുള്ള പേരുകൾ ഓർമ്മിക്കാം. പക്ഷേ ഉള്ളൊരു പ്രശ്നം, ആ പാർട്ടിക്കകത്ത് ജനാധിപത്യമില്ല. അത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1969 പിളർപ്പോടുകൂടി ഇന്ദിരാഗാന്ധി നേതൃത്വം വരുന്നതോടുകൂടി എപ്പോഴും അതിനകത്ത് ഈ എലക്ഷൻ ഇല്ല, സെലക്ഷനാണ്, എല്ലാം നോമിനേഷനാണ്, എല്ലാം ഹൈക്കമാൻഡാണ്. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞല്ലോ ഹൈക്കമാൻഡ്. അപ്പോൾ ഈ പാർട്ടി എന്ന് പറയുന്നത് ഹൈക്കമാൻഡാണ് എന്ന് വന്നാൽ
ഇപ്പോൾ ആരെ തീരുമാനിക്കുന്നത്, ഇപ്പോൾ ഇവിടുത്തെ കോഴിക്കോട് DC പ്രസിഡന്റ് ആരാവണം തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എറണാകുളം DC പ്രസിഡന്റ് ആരാവണം തീരുമാനിക്കുന്നത് നാഷണൽ കമ്മിറ്റി പ്രസിഡന്റാണ്. അത്ര അധികം ജനാധിപത്യത്തിൽ നിന്ന് അകന്നാണ് ആ പാർട്ടിക്കകത്തെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പം എന്താണെന്ന് വിചാരിച്ചാൽ, ഇതിപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നതിന് പകരം വാട്സാപ്പിൽ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ പറയുന്നത് ഇവിടെ എനിക്ക് ആവർത്തിക്കാനോ നിങ്ങൾക്ക് കേൾക്കാനോ പറ്റാത്ത തരത്തിലുള്ള അസംബന്ധങ്ങളും അസഭ്യങ്ങളും അശ്ലീലങ്ങളുമാണ്. അതിനകത്ത് ജാതി, മതം, വ്യക്തിപരമായ കാര്യങ്ങൾ, സ്വകാര്യങ്ങൾ ഒന്നും പറയണ്ട. അത് ഞാൻ വളരെ അപൂർവേ കാണാറുള്ളൂ. കാരണം എനിക്ക് താങ്ങാൻ വയ്യ ഈ കമൻറ്റുകളും ഈ തരത്തിലുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അതാണ് ഗ്രൂപ്പ് പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. അതിൽ ജനകീയ പ്രശ്നങ്ങളില്ല. അതിനെന്താണ് ശ്രീകുമാറിന് മറുപടി? അതായത് ഇവിടുത്തെ ഇപ്പോൾ ഉദാഹരണം പറയാം, വിലക്കയറ്റം എന്നുള്ള കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് കേരളത്തിൽ എല്ലാ മേഖലയിലും ഉണ്ടായ വിലക്കയറ്റം താങ്ങാൻ പറ്റാത്തതല്ലേ? അല്ലെങ്കിൽ ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമല പ്രശ്നം, അതിലൊരു അടിസ്ഥാന പ്രശ്നമുണ്ടല്ലോ. നാളെ ഉരുൾപൊട്ടാതിരിക്കാൻ, നാളെ പ്രകൃതി നമ്മളോട് പ്രകോപിതരായിട്ട് പെരുമാറാതിരിക്കാൻ നമ്മൾ എന്ത് വേണം? ക്വാറികളെ എങ്ങനെ കൈകാര്യം ചെയ്യും, മണൽവാരൽ എങ്ങനെ കൈകാര്യം ചെയ്യും, മലകളോ മരങ്ങളോ എങ്ങനെ കൈകാര്യം ചെയ്യും തുടങ്ങിയുള്ള പരിസ്ഥിതി നയത്തെപ്പറ്റിയുള്ള ചർച്ചയുണ്ട്. അങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ രംഗത്ത് പലതരത്തിലുള്ള അവ്യവസ്ഥകളുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ ഈ വ്യക്തിപൂജ അല്ലെങ്കിൽ വ്യക്തിവിരോധം ഇത് ചർച്ച ചെയ്യുന്ന തരത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കലാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഒരു നേതാവിൻ്റെ പ്രീതി നേടിയാൽ മതി. അങ്ങനെയാണ് കോൺഗ്രസിനകത്ത്. കാരണം ഹൈക്കമാൻഡ്, ഇപ്പം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ടോം വടക്കൻ എന്നൊരു വ്യക്തി കോൺഗ്രസിൻ്റെ വക്താവായിട്ട് വന്നു. എങ്ങനെയാണ് വന്നതെന്ന് കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. അദ്ദേഹം കുറച്ച് കഴിഞ്ഞാൽ ഞാൻ BJP പോകുന്നതാണ്, പിന്നെ അദ്ദേഹത്തെ പറ്റി കേട്ടിട്ടുമില്ല. അപ്പോൾ ടോം വടക്കൻ എങ്ങനെയാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ വക്താവായത് എന്ന് കോൺഗ്രസ്സുകാർക്ക് അറിയില്ല. കാരണം എന്താ? ഡൽഹിയിൽ പിടുത്തം മതി. ഇപ്പോൾ പ്രൊഫസർ KV തോമസ് എത്രയോ കാലം MP ആയതും മന്ത്രിയായതൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഈ കേന്ദ്രീകൃതമായൊരു സാധനം ഹൈക്കമാൻഡ്, ഡൽഹി, അവിടുത്തെ ഈ തരത്തിലുള്ള ദാസ്യം എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അടിസ്ഥാനപരമായ ദൗർബല്യം. ആ ദൗർബല്യത്തിൻ്റെ പല പ്രത്യക്ഷീകരണങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്.